എല്ലാവർക്കും എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റില്ലി. ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പെർട്ടൈസിൽ ക്യാപ്സ്, PEBC, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PTE, ഇപ്പം ഓപ്ര എക്സാമിനും കോച്ചിങ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ 95% വിജയ ശതമാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ നമ്മുടെ പാസ്സായ ആളാണ് ആഗ്ന. കൺഗ്രാറ്റുലേഷൻസ് ആഗ്ന. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം, അറിഞ്ഞറിയിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ആഗ്നയെ കുറിച്ച് ഒന്ന് പറയാവോ? ആഗ്നയുടെ ബാക്ക്ഗ്രൗണ്ട്, ആഗ്ന എവിടെ പഠിച്ചത്, ഗ്രാജുവേഷൻ എപ്പോഴാണ് ഫിനിഷ് ചെയ്തെന്നൊക്കെ? ഞാൻ 2015 ബിഫാം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം നാട്ടില് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒമാനില് വർക്കിംഗ് ആയിരുന്നു. ഞാനിപ്പോ റിസൈൻ ചെയ്തു ജോബ്. ആ ടൈമിലാണ് ഈ ക്യാപ്സും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇവിടത്തെ ജോലിന്റെ ഒരു സ്ഥിരത, അത് നമുക്കൊരു ഷുവർ അല്ലല്ലോ. പിന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും ഹസ്ബൻഡും. അങ്ങനെ ക്യാപ്സിന് പ്രിപ്പയർ ചെയ്യാൻ എത്ര മാസം എടുത്തു? ക്യാപ്സ് ഞാൻ ശരിക്കും കഴിഞ്ഞ മാർച്ചിൽ എഴുതാന്ന് വിചാരിച്ചതായിരുന്നു. അതിൽ എന്റെ സ്കിൽ അസസ്മെന്റ് വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ജൂലൈയിലേക്ക് മാറ്റിവെച്ചത്. പിന്നെ സ്കിൽ അസസ്മെന്റും വരാത്തത് മാത്രമല്ല, പിന്നെ ജോലി ആ സമയത്ത് ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോ ജോലിയും ഇതും എല്ലാം കൂടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മാനേജ് ചെയ്യാൻ. അങ്ങനെ പിന്നെ സ്കിൽ അസസ്മെന്റും വൈകിയപ്പോ പിന്നെ ജൂലൈയിൽ എഴുതി. അപ്പൊ പിന്നെ കുറച്ചും കൂടി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പഠിക്കാനൊക്കെ. ജോലിന്റെ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂൾ ആയിരുന്നു. ഞാനിങ്ങനെ ഹെഡ്ഫോൺ ആയിരുന്നു മെയിൻ ആയിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ് ഒരു ഈവനിങ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് പിന്നെ അന്നത്തെ ഒരു ക്ലാസ് കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ജോലി ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ വെച്ച് അതിന്റെ റിപ്പീറ്റേഷൻ കേൾക്കും. പിന്നെ നടന്നു പോകുമ്പോ, ഇവിടുന്ന് ജോലിക്ക് നടന്നു പോകുമ്പോ അപ്പോഴും ഹെഡ്ഫോൺ വെക്കും. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും ഹെഡ്ഫോൺ വെക്കും. അങ്ങനെ ഏതാണ്ട് 2-3 തവണ ക്ലാസ് കേൾക്കും. അങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു മാസം. പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ ജോലി റിസൈൻ ചെയ്തപ്പോ പിന്നെ കുറച്ചും കൂടി അധികം സമയം കിട്ടി. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മള് ആദ്യം ക്ലാസ്സിന് ചേരുമ്പോന്ന് വെച്ചാല് മാമും സാറും പറയുന്ന നമ്മള് വേറെ എലൈറ്റ് എക്സ്പെർട്ടീസ് മാത്രം ഫോളോ ചെയ്താൽ മതി, നമുക്ക് വേറെ ഒന്നും ഫോളോ ചെയ്യണ്ട. പക്ഷെ നമുക്കത് കേൾക്കുമ്പോ ഒരു അങ്ങനെയാണോ എന്നുള്ളത് ഒരു ആശങ്കയായി. നമുക്കൊരു ഉറപ്പില്ല, സാറും മാമും പറയുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, അവര് പറയുന്ന മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ ഒരു ബുക്കോ വേറെ ഒരു മെറ്റീരിയൽ നമ്മൾ നോക്കണ്ട. എനിക്ക് വന്നതെന്ന് വെച്ചാൽ എക്സാമിന് വന്നതെന്ന് വെച്ചാൽ സാറും മാമും പഠിപ്പിച്ചത് മാത്രമായിരുന്നു വന്നത്. പിന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിപ്പിച്ചതുണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ പിന്നെ നമുക്കത് അപ്ലൈ ചെയ്യാം. പേപ്പർ 2 ആയിരുന്നു പിന്നെയും കുറച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറയാനുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് അവര് നല്ല ബേസ് തരുന്നുണ്ട്. അത് കാരണം പിന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതന്നെ. ഈ ക്യാപ്സ് പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ പറയാൻ? പ്രിപ്പറേഷന് ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാനിപ്പോ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 2.5 വയസ്സുള്ള ഒരു മോളും കൂടി ഉണ്ട്. അപ്പോ അവളെയും വെച്ച് എനിക്ക് കുറച്ച് പാടായിരുന്നു. പിന്നെ ഫാമിലി, ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. അല്ല, രാവിലെ ഞാൻ ഒരു 4:30 ആ ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്റെ കാര്യങ്ങള്. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പഠിക്കല് നടക്കില്ല. എനിക്ക് 7:30 to 4:30 ആയിരുന്നു ഡ്യൂട്ടി ടൈം. അപ്പോ ഒരു 4:30 എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 ആകുമ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ ഹെഡ്ഫോൺ വെക്കും. അങ്ങനെ ആ ടൈം മുതൽ നമ്മളൊരു 6 വരെ
6-6:30 വരെ എനിക്ക് കുക്കിംഗ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് നോക്കായിരുന്നു. അത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ആ ടൈമില്. അങ്ങനെ പിന്നെ ഒരു 7:15 ആവുമ്പോ എനിക്ക് ഇവിടുന്ന് പോകണം. ഞാൻ ഒന്നില്ലെങ്കിൽ നടന്നു പോകും, അല്ലെങ്കിൽ കൊണ്ടാക്കി തരും. നടന്നു പോകാകുമ്പോ ഞാൻ മിക്കവാറും ഹെഡ്ഫോൺ ഉപയോഗിക്കും. ആ സമയത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാലോ റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ. അപ്പോ ഹെഡ്ഫോൺ വെച്ച് ഞാൻ ഒരു പ്രാവശ്യം കേട്ടതായത് കാരണം നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ ഒരു പോവലും വരവും ആവുമ്പോ നമ്മള് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ ഞാൻ ഒരു 4:45 ആവുമ്പോ വീട്ടില് വരും. മോളെ ബേബി സിറ്റിങ്ങിലാക്കും. ആ ടൈമില് രാവിലെ ആക്കിയിട്ട് പിന്നെ ഞാനൊരു 5:30 ആവുമ്പോൾ എടുക്കുള്ളൂ. വീട്ടിൽ വന്നിട്ട് ഒരു 5:30 വരെ വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. സെയിം ടൈം ഹെഡ്സെറ്റ് വെക്കും, ക്ലാസ് കാണും. അങ്ങനെ ഒരു 5:30 കഴിഞ്ഞ് പിന്നെ 8:30 വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 8:30 to 10:30 ആണ് ശരിക്ക് അന്നത്തെ ക്ലാസ് കാണുന്നത്. അന്നത്തെ റെക്കോർഡ് ക്ലാസ് 8:30 to 10:30 ഇടയിൽ കാണും. അത് പിന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനും ആ ടൈമിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. വർക്കിംഗ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഞാൻ കണ്ട ക്ലാസ്സുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിരുന്നു. കൂടുതൽ സമയം എടുത്ത് പഠിച്ച ക്ലാസ്സിനേക്കാളും നമുക്ക് ആ ഒരു ക്ലാസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയണ്ടായിരുന്നത്. അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് വെച്ചാൽ മതി. ഹെഡ്സെറ്റ് വെച്ച് എനിക്ക് തോന്നുന്നു മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്താൽ മതി. പിന്നെ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ക്ലാസ് കാണാം. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം ആ 9 hours നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തെല്ലാം ഹെഡ്സെറ്റ് വെക്കാൻ പറ്റുന്ന സമയത്തെല്ലാം ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ക്ലാസ് കാണാം. പിന്നെ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ഞാൻ മാക്സിമം അതിന്റെ നോട്ട്സ് എഴുതാൻ ശ്രമിക്കുമായിരുന്നു. അത് ഒരു ആ സമയത്ത് നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഓടി പോയിട്ട് ആ നോട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയാവും. അങ്ങനെ ഞാൻ ചോദിക്കാതെ സാറും മാമും പഠിക്കുന്ന മാത്രം, വേറെ ഒന്നും പഠിക്കണ്ട. ഞാൻ ചോദിക്കാതെ തന്നെ പകുതിക്കുള്ള കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതെ, കാരണം എന്താന്ന് വെച്ചാല് ഞാനും ഗ്രൂപ്പിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക. അപ്പൊ ഞാന് വർക്കിംഗ് ആയിരുന്ന സമയത്ത് എനിക്ക് ഈ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ടൈം മാനേജ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ റിലീന്റെ അടുത്ത് ആദ്യം പറഞ്ഞല്ലോ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കാര്യം എനിക്ക് പറയാം. അങ്ങനെ ഇത് നമുക്ക് മാക്സിമം ഹെഡ്സെറ്റ് വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് കണ്ടാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതെനിക്ക് അനുഭവത്തിലുള്ള കാര്യം. എക്സ്പെർട്ടൈസിനെ റെക്കമെൻഡ് ചെയ്യും. അത് എനിക്കൊരു പെർസെന്റേജ് ഒന്നും പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് എന്നെ കൊണ്ട് എന്തോരം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ലൈഫ് എക്സ്പെർട്ടൈസിനെ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇപ്പൊ ഈ ഇന്റർവ്യൂ തുടങ്ങിനേക്കാളും തൊട്ട് മുന്നേ വരെ എന്റെ അടുത്തൊരു ചേച്ചി ചോദിച്ചു എവിടെയാ പഠിച്ചത്, അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തോളൂ. അവരെന്തായാലും ഇപ്പൊ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും എന്റെ ചുറ്റുപാടത്തുള്ള എന്റെ കോളേജിലുള്ള എല്ലാവരെയും എനിക്ക് അറിയാവുന്ന ഇപ്പൊ പഠിക്കുന്ന ഞാൻ മുന്നേ പഠിച്ച കോളേജില് ഒരുവിധം പേർക്കൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്തായാലും എലൈറ്റ് എക്സ്പെർട്ടൈസിനെ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നിങ്ങളും നമ്മൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് അപ്പോഴേക്കും അപ്പൊ റെസ്പോണ്ട് ചെയ്യും. അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമുക്ക് റെസ്പോൺസ് കിട്ടാൻ എനിക്ക് തോന്നുന്നു രാത്രി സമയത്തായിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടാൻ. അല്ലാത്ത ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ലൈറ്റിൽ ആരെ കോണ്ടാക്ട് ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും. അത് ഭയങ്കര നല്ലൊരു പോയിന്റ് ആണ് ലൈറ്റിന്റെ. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയുള്ള ക്യാപ്സ് ആബ്സെന്റൻസിനോട്? മെസ്സേജ് എന്ന് പറയാൻ ഇത് ചൂസ് ചെയ്യുന്നവര് 100% ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക. എന്തായാലും കിട്ടും. അങ്ങനെ എന്തായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി നിന്നുണ്ടെങ്കിൽ നമ്മള് 100% ആ ഒരു 3 മാസം
കഷ്ടപ്പെടാനായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ എന്തായാലും നമുക്കത് കിട്ടും. കിട്ടുന്നുള്ള നമുക്ക് പാസ്സായി എന്ന് തന്നെ വിചാരിച്ചിട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെ എക്സാമിന് പോവാം. എന്തായാലും എല്ലാവരും പാസ്സാവും. ഇനിയില്ല, സാറിനെയും മാമിനെയും ഫോളോ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ശരിയാ, സാറും മാമും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു 80% കഴിഞ്ഞു. അതെ അതെ, അത് പഠിപ്പിക്കുന്നത് മാത്രമല്ല, പിന്നെ ലാസ്റ്റ് ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ലാസ്റ്റ് ഒരു 1 വീക്ക് അവര് തരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റിവിഷൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്ലാസ് മുന്നത്തെ നമ്മള് ഒരു നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ ലാസ്റ്റ് ഒരു 1 വീക്ക് റിവിഷനിൽ നമുക്കത് എല്ലാം. എനിക്ക് ആന്റിബയോട്ടിക്സ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആദ്യത്തെ ഒരു ക്ലാസ് മാമിന്റെ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു കുറച്ചൊരു പാടായിരുന്നു. പിന്നെ റിവിഷൻ ക്ലാസ്സിൽ ശരിക്കും അത് നല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് പിന്നെ വീണ്ടും അതിന്റെ റിവിഷൻ കാണുമ്പോൾ വീണ്ടും അതിനെ കുറിച്ച് മാഡം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ടീമും സാറും മാമും. അത് തന്നെ ശരിക്കും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാന്ന് തോന്നില്ല. ശരിക്കും എലൈറ്റിന്റെ നമ്മളൊരു ടീം വർക്ക്, നമ്മളൊരു ഫാമിലി, അങ്ങനെയാ തോന്നും. അത് ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന എല്ലാവർക്കും ക്യാപ്സ് ആരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഇനിയിപ്പോ ഞാൻ പറയായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും അവരെയും ഞാനും കൂടി മോട്ടിവേറ്റ് ചെയ്യായിരുന്നു ക്യാപ്സ് എഴുത ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കൊരു ഇത് തോന്നില്ലല്ലോ, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബന്ധമല്ലോ, ഒരു ഫാമിലി പോലെയായി. അതെ അതെ അതെ, തീർച്ചയായും ഭയങ്കര നല്ലൊരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക്. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ളത് കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാം. അത് പിന്നെ വിതൗട്ട് ഇന്റർനെറ്റ് നമുക്ക് കാണാം. അതൊരു നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് എപ്പോഴും ഇന്റർനെറ്റ് അവൈലബിൾ ആയിരിക്കില്ല. നമ്മള് ഈ പുറത്തൊക്കെ, നാട്ടിലൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല, നമ്മള് പുറത്തൊക്കെ ഉള്ളപ്പോ, നമ്മൾ പുറത്തൊക്കെ നിൽക്കാവുമ്പോ അത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും, നമ്മള് മോസ്റ്റ്ലി വൈഫൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പുറത്തൊക്കെ ഉള്ളവര്. നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് പിന്നെ ഇന്റർനെറ്റ് നമുക്ക് അണ്ടിൽ നമ്മൾ എവിടെയാണോ വൈഫൈ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ നിന്നേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഞാനിപ്പോ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങി അണ്ടിൽ ഞാൻ ഫാർമസിയിൽ നിന്ന് എത്തുന്നത് വരെ നെറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡ്സ് ആണ് നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ചൊക്കെ കാണുന്നത്. അങ്ങനെ നമുക്ക് മാക്സിമം എപ്പോഴൊക്കെയാണ് നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്ന ആ സമയത്തൊക്കെ നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അഗ്നിയുടെ PT ഒക്കെ എഴുതിയെടുക്കാൻ പറ്റട്ടെ, പോകാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.